നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന RJ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി എല്ലാം അപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട അപ്പം തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. സംഭവം എന്താണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് RJ ബിൻസി അറിയാലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു മത്സരാർത്ഥി. RJ ബിൻസി അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. ബിഗ് ബോസിൽ എത്തിയതോടെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ RJ ബിൻസി, ചാച്ചന്റെ ഓട്ടോ, മസ്താനി തമ്മിലുള്ള വഴക്ക്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയ ഒരാളാണ് ഈ RJ ബിൻസി. അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. RJ ബിൻസി 2024 അതായത് ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് കൊളാബ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ട് ഇഷ ബൈ PK എന്ന സ്ഥാപനത്തിനെ കോണ്ടാക്ട് ചെയ്തു. ഇഷ ബൈ PK ഓർണമെന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയച്ച് കൊളാബ് ചെയ്യട്ടെ എന്ന് ചോദിച്ച്, അപ്പോൾ അവർ ഒരു ചെറിയൊരു സ്ഥാപനമാണ്, വളർന്നു വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് മെസ്സേജ് അയച്ച് അവർ ഓക്കെ പറഞ്ഞു. കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഓർണമെന്റ്സ് സാധനങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്തു. സാധനങ്ങളെല്ലാം കൈ പറ്റിയിട്ടും ഇവർ കൊളാബ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ തവണ ഇവർ കോണ്ടാക്ട് ചെയ്തപ്പം അതും ഇതുമൊക്കെ പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു. അപ്പോൾ ഇവർ ഒഴിഞ്ഞിട്ട് ഇവർക്ക് എന്തോ സുഖമില്ലാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. 2024 കഴിഞ്ഞ് 2025 കഴിഞ്ഞത് 2026 ബിഗ് ബോസിൽ പോകുന്ന ആ സമയത്ത് പോലും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്നിട്ട് പോലും ഈ കൊളാബ് അവർ ചെയ്തിട്ടില്ല. ഈ പ്രോഡക്റ്റിൻ്റെ പൈസ തിരിച്ചു കൊടുക്കുമോ അതും ചെയ്തിട്ടില്ല. ഇവർക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിലാണ് കൊളാബ് ചെയ്യാതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞവരും മറ്റ് പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആവുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് RJ ബിൻസി എന്ന പേര് വെളിപ്പെടുത്താതെ തനിക്കുണ്ടായ ചീറ്റിംഗ് അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് ബിഗ് ബോസ് താരമെന്ന് മാത്രമാണ് ഇവരതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളെയും ഇത് ബാധിക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് കമൻ്റ് ഇട്ട് ഞങ്ങളല്ല ഞാനല്ല എന്ന രീതിയിൽ. അങ്ങനെയാണ് അവസാനം ആ സ്ഥാപനത്തിന് അവർക്ക് ഈ ഒരു പേര് വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നു. കാരണം ഇത് എല്ലാവരെയും ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർ പേര് വെളിപ്പെടുത്തി. അത് മാത്രമല്ല ബിറ്റ്, ഇവരുടെ കയ്യിൽ നിന്നും ഇത്രയധികം സാധനങ്ങൾ മേടിച്ചെടുത്തിട്ട് ഇവരുടെ വീഡിയോസ് വരുന്നതിൻ്റെയൊക്കെ അടിയിൽ വന്ന് ഇവരിടുന്ന കമൻറ്റ്, എൻ്റെ പൊന്നുമക്കളെ, അതാണ് വിചിത്രം. ആ ഒരു കമൻറ്റ്സ് ഞാനൊന്നിവിടെ വായിക്കാം. ഞാൻ തന്നെ ചോദിച്ചു, കുറച്ചെങ്കിലും ഉളുപ്പ് ഉണ്ട് ബിൻസി നിങ്ങൾക്ക്. RJ ബിൻസിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് RJ ബിൻസി ഇട്ട കമൻ്റാണ്: തട്ടിപ്പോ, കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്. 300, 200, 100 ആയിക്കോട്ടെ, അവരവരുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നോ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട്? കമ്മലും വളയും, അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. അവരത് സമ്മതിക്കുന്നുമുണ്ട്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്ക് പേയ്മെൻ്റ് അല്ലായിരുന്നു ആവശ്യം, അവർക്ക് കൊളാബായിരുന്നു ആവശ്യം. കൊളാബിൻ്റെ പേരിലാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നത്. അവർക്കിപ്പോൾ കോണ്ടന്റ് വേണം, റീച്ച് വേണം. ആകെപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. ഇതെല്ലാ തരികിടകളും പറയുന്നതാണ്. നമ്മൾ അങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവർ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനാണ് നമ്മൾ ഈ പറയുന്നത്. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ റീച്ച് ഉണ്ടായത് അതിവർ മനസ്സിലാക്കുന്നില്ല. ആ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് വേണ്ട അവർക്ക് റീച്ച് ഉണ്ടാക്കാനായിട്ട്. കഷ്ടം ബിൻസിയെ, കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ച് പോട്ടെ. എനിക്ക് വയ്യ ആ ഒരു നല്ല മനസ്സ്. അവരുടെ സാധനം മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് അവർ ജീവിച്ച് പൊയ്ക്കോട്ടേന്ന്. തൊലിക്കട്ടി അപാരം. നിങ്ങളെല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും. പുച്ഛം. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട്, തട്ടിപ്പ് നടത്താൻ ആണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ, വേറെ വല്ല നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ എന്ന് ചോദിച്ച ബിൻസിയോട് പറയട്ടെ, എന്നാൽ നല്ല വിവരം അറിയും. ഇത് ഇവർ ആയതുകൊണ്ടാണ്
ഇപ്പം ഇത്ര തൻ്റെ അടുത്തോടെ വന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ ധൈര്യമുണ്ടായത്. വേറെ വല്ല പേജ് ആയിരിക്കണമായിരുന്നു. കുറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള നല്ല വില കൂടിയ പ്രോഡക്റ്റ്സ് എടുക്കില്ലേ? ഇപ്പം പുച്ഛമായിപ്പോയി. ബിഗ് ബോസിലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് 300 രൂപയുടെ വളയും മാലയൊക്കെ അങ്ങ് പുച്ഛമായിപ്പോയി. റാണിക്ക് ഉളുപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം ഉളുപ്പില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അത്ര റീച്ച് ഇല്ലാതിരുന്ന സമയത്ത് ഒരു സ്ഥാപനത്തിൽ ഒരു പേജിന് അങ്ങോട്ട് മെസ്സേജ് അയച്ച് കൊളാബ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുകയും പിന്നീട് കൊളാബ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് ബിഗ് ബോസിലൊക്കെ പോയി കുറച്ച് റീച്ചൊക്കെ ആയപ്പോൾ ഇമാതിരി വർത്തമാനം പറയുന്നത് ഉളുപ്പുള്ളത് കൊണ്ടാണല്ലോ അല്ലേ? ഇനി വേറൊരു കമൻ്റ് ഉണ്ട് ഇവരുടെ. തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളു കൊള്ളാലോ, അത് 100 രൂപയുടെ കമ്മലും 150 രൂപയുടെ വളയും ആണോ വില കൂടിയത്? ചേച്ചിക്കങ്ങ് പുച്ഛ. ഈ 100, 150, 300 ഒക്കെ ഭയങ്കര പുച്ഛമാണെന്നേ. ഈ കമൻറ്റ് കാണുന്ന ആളുകൾ ആ പേജ് ഒന്നെടുത്ത് നോക്കണേ. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് റീച്ച് ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയാണല്ലോ ഈ ആരോപണം നടത്തുന്നത്. ഈ വില കൂടിയത് എന്ന് പറയുമ്പോൾ ചിരി വരുന്നു. അങ്ങനെ തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ എത്ര നല്ല പേജുണ്ട്. ചിരിക്കും. ഇപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾക്കല്ല ചിരി വരുന്നത്, ഞങ്ങൾക്കാണ് ചിരി വരുന്നത്. ബിഗ് ബോസിലൊക്കെ പോയി ബിഗ് ബോസ് താരം എന്നൊക്കെ അറിയപ്പെട്ട് കുറച്ച് റീച്ചൊക്കെ ആയപ്പോൾ 100 രൂപയും 200 രൂപയും 300 രൂപയ്ക്കും താരത്തിന് പുച്ഛം. ഈ ചാച്ചൻ ഓട്ടോ ഓടിക്കുകയല്ലേ ഇപ്പോഴും. അപ്പം ഈ ചാച്ചൻ ഓട്ടോ ഓടിക്കുമ്പം എങ്ങനെയാ? 1000 രൂപയുടെ ഓട്ടം മാത്രമേ ചാച്ചന് എടുക്കത്തുള്ളൂ. 100, 50, 200 രൂപയുടെ ഓട്ടം ചാച്ചൻ എടുക്കത്തില്ലായിരിക്കും അല്ലേ? കാരണം മകൾക്ക് 100, 200, 300 പുച്ഛമാണല്ലോ. അപ്പം 100, 200, 300 ചാച്ചൻ ഓടുന്നതും പുച്ഛമായിരിക്കും. അപ്പം 1000ൻ്റെ ഓട്ടം മാത്രമേ ചാച്ചൻ എടുക്കത്തുള്ളായിരിക്കും അല്ലേ? അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവർ ഈ തള്ളിയതുപോലെയൊന്നും അല്ല കേട്ടോ. നല്ല നല്ല പ്രോഡക്റ്റ് നമുക്ക് കണ്ടിട്ട് നല്ല അടിപൊളി പ്രോഡക്റ്റ്. നോക്കി, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ ഒരുക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ കയ്യിൽ വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. കാണുമ്പോൾ എത്ര നല്ല പ്രോഡക്റ്റാണ്. അപ്പം 100, 200, 300 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛം പറയുന്നത് ഈ പ്രോഡക്റ്റിനൊക്കെയാണ്. അത്ര പുച്ഛമുള്ളവൾ അങ്ങോട്ട് കാശ് അയക്കട്ടെ എന്ന് ചോദിക്കാൻ ആ പൈസ അങ്ങ് ആരുടെയെങ്കിലും കൈ കൊടുത്തു വിടുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാൻ വയ്യായിരുന്നോ? ഇപ്പം ഈ പുച്ഛിക്കാനായിട്ട് അവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് കീശയിൽ ഇട്ടിട്ട് അവരുടെ പ്രോഡക്റ്റിനെ പുച്ഛം. നാണമുണ്ടോ നിങ്ങൾക്ക് സ്ത്രീയെ? ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ സ്ഥാപനം, ചെറുകിട, അതായത് വളർന്നു വരുന്ന ചെറിയ സ്ഥാപനങ്ങളും ഇതുപോലെ കുറച്ച് സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് നല്ല ഫോളോവേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവർ കൊടുത്തു പോകും. എന്ന് വെച്ചാൽ നമുക്ക് റീച്ച് കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെ കൊളാബ് ചെയ്താൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. അതും നല്ല ഫോളോവേഴ്സും നല്ല വ്യൂസും ഒക്കെ ഉള്ള ചാനലുകാരാണെങ്കിൽ അവർക്ക് അത്രയ്ക്കും ആ ഒരു ബിസിനസ്സിനെ വളർത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഇതുപോലെയുള്ളവരൊക്കെ കൊളാബ് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ കൊടുക്കുന്നത്. ഇവരുടെ പ്രോഡക്റ്റും ഇവരുടെ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഓസിന് വാങ്ങിച്ചിട്ട് കുറച്ചെങ്കിലും മര്യാദ കാണിച്ചൂടെ? കുറച്ചെങ്കിലും ഒരു നന്ദി. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ ഇങ്ങനെ വന്നിരുന്ന് പുച്ഛം പറയുന്ന. കാരണം വലിയ പേജിനെ സേച്ചി കൊളാബ് ചെയ്യത്തുള്ളൂ. നമ്മൾ പറയത്തില്ലേ, ഈ കാണാത്തത് കാണുമ്പോൾ തോന്നാത്തത് തോന്നും. അങ്ങനെയൊക്കെ കുറച്ച് പഴഞ്ചൊല്ലുകളുണ്ടല്ലോ. എനിക്കതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവറ്റുകളുടെയൊക്കെ വിചാരം കുറച്ച് റീച്ചും കുറച്ച് ഫോളോവേഴ്സും കുറച്ച് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഇവരൊക്കെ എന്തൊക്കെയോ സംഭവമായി, ഇവരെവിടെയൊക്കെയോ എത്തി. ബാക്കിയുള്ളവർ ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ തെറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിറ്റ് അരി വാങ്ങിക്കുന്നു. ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ ഞങ്ങൾ അരി വാങ്ങിക്കാതിരിക്കുകയായിരുന്നു വീട്ടിൽ. ഇത് മറ്റു പലർക്കും കൂടെ ഉള്ളൊരു റിപ്ലൈ ആണ്. നമ്മൾ അരി വാങ്ങിക്കാതെയും കഴിക്കാതെയും ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അരി വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ തുടങ്ങിയത്. എന്തോ. അപ്പോൾ എന്തായാലും RJ ബിൻസിയുടെ തട്ടിപ്പായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.